പൂവച്ചൽ പഞ്ചായത്തിലെ വീരണക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 കോടി രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കും. കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ജി. സ്റ്റീഫൻ MLA നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്നുമാണ് തുക അനുവദിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗമാകെ മാറുന്ന സാഹചര്യമാണ് ഈ സർക്കാരിന്റെ കാലത്ത് കാണാൻ സാധിക്കുന്നതെന്ന് MLA പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അരുവിക്കര മണ്ഡലത്തിൽ 26 സ്കൂളുകളിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷത്തിൽ 10 ലക്ഷത്തിലധികം പുതിയ വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം നേടി. പശ്ചാത്തല സൗകര്യം വികസനത്തിനൊപ്പം കുട്ടികളുടെ പഠന ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീരണകാവ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് D. സുരേഷ് കുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം രാധിക ടീച്ചർ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിന്റെ ഫലമായി കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 10,35,000 കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കേരളത്തിൽ പുതുതായി വന്നു ചേരാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായത്. ഇത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെ നടത്തുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഒരു കാലഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ 10,35,000 കുട്ടികൾ ഈ പുതുതായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വന്നു ചേരുന്ന സ്ഥിതി ഉണ്ടായി. അത്തരത്തിലുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കുന്നതിൽ അധ്യാപക സമൂഹവും രക്ഷകർത്ത സമൂഹവും സർക്കാരിനോടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഞങ്ങൾ വിസ്മരിക്കുന്നില്ല.